പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ തവണത്തെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് കൂടിയതുപോലെ തോന്നി. ജനറൽ ടഫായിരുന്നു. സിനിമയുടെ ഭാഗത്തു നിന്നൊക്കെ എളുപ്പമുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഹായ് ഓൾ, നമ്മൾ ഇന്ന് നിൽക്കുന്നത് ആലുവയിലുള്ള TCS അയോൺ ഡിജിറ്റൽ സോണിന് മുന്നിലാണ്. ഇവിടെയാണ് ഇന്ന് UGC നെറ്റ് എക്സാം നടക്കാൻ പോകുന്നത്. അപ്പോൾ UGC നെറ്റ് മലയാളത്തിൻ്റെ റിവ്യൂ ആണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത്. സ്റ്റുഡൻസിനോട് നമുക്ക് നേരിട്ട് തന്നെ ചോദിക്കാം എങ്ങനെയുണ്ടായിരുന്നു അവർക്ക് എക്സാം, ലാസ്റ്റ് നടന്ന എക്സാമുകളെ വെച്ച് നോക്കുമ്പോൾ എളുപ്പമായിരുന്നോ ഡിഫിക്കൽട്ട് ആയിരുന്നോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് സ്റ്റുഡൻസിനോട് തന്നെ ചോദിക്കാം. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു എക്സാം? നല്ല എക്സാം ആയിരുന്നു. ഫസ്റ്റ് ടൈം ആണോ എക്സാം? അല്ല, നാലാമത്തെ തവണയാണ്. നമുക്ക് പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഏത് യൂണിറ്റിൽ നിന്നായിരുന്നു കൂടുതലും അതായത് നമുക്ക് റെഗുലർ ആയിട്ട് വരുന്ന പാറ്റേൺ ആയിരുന്നില്ല. സാധാരണ ഇങ്ങനെ കാലഗണന അങ്ങനെയൊക്കെയാണ് വരുന്നത്. അങ്ങനെയല്ല വന്നത്, ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. അപ്പോൾ ഒന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു. എത്ര നാളായി ട്രൈ ചെയ്യുന്നത്? ഇപ്പോൾ 1 year ആയി ട്രൈ ചെയ്യുന്നത്. കോച്ചിങ് എടുത്തിട്ടുണ്ടായിരുന്നു? ചെയ്തിട്ടുണ്ട്. പ്രയത്നം മലയാളത്തിൽ കോച്ചിങ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു? കമ്പാരിറ്റീവ്ലി പാടായിരുന്നു. ജനറൽ പേപ്പറാണ്. ജനറൽ പേപ്പറിൽ എന്താ പറയാ, മാത്സ് ഇത്തിരി ടഫായിട്ട് തോന്നി. ബാക്കിയുള്ളതെല്ലാം കുഴപ്പമില്ല. ഇത് എത്രാമത്തെ തവണയായിരുന്നു? എങ്ങനെയുണ്ടായിരുന്നു എക്സാം ഓവറോൾ നോക്കുമ്പോൾ? കഴിഞ്ഞ തവണത്തെ വെച്ചിട്ട് കുറെ ആശയക്കുഴപ്പം ഉണ്ടാകുന്ന കുറെ ക്വസ്റ്റ്യൻസ് ഇത്തവണ ഇല്ല, കുറച്ചും കൂടി ഡയറക്റ്റ് വന്നിട്ടുണ്ട്. ജനറൽ പേപ്പർ ഭാഗം എങ്ങനെയുണ്ടായിരുന്നു? കുറച്ചുകൂടി എളുപ്പമായിട്ടാണ് തോന്നിയത്. നമുക്ക് പാരഗ്രാഫ് ചോദ്യങ്ങൾ, കോംപ്രിഹെൻഷൻ ചോദ്യങ്ങളെല്ലാം ഉത്തരം എഴുതാൻ പറ്റുന്ന രീതിയിലായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? നന്നായിട്ട് എഴുതാൻ പറ്റി. ഓക്കെ, ഫസ്റ്റ് ടൈം ആണോ എഴുതുന്നത്? PG കഴിഞ്ഞിട്ട് ഇപ്പോൾ PG കഴിഞ്ഞിട്ട് ഒന്ന് ട്രൈ ചെയ്തതാണ്. കോച്ചിങ് എടുത്തിട്ടുണ്ടായിരുന്നു? ഏത് ഭാഗത്തുനിന്നായിരുന്നു കൂടുതൽ ചോദിച്ചത്? കൂടുതൽ പ്രാചീന മലയാളത്തിന് അതിൽ ഉണ്ടായി, പിന്നെ കവികളെ പറ്റി ഉണ്ടായി, ഗദ്യ സാഹിത്യത്തിനുണ്ടായി. ജനറൽ പേപ്പർ പൊതുവെ എങ്ങനെയുണ്ടായിരുന്നു? ജനറൽ പേപ്പർ ചെറിയൊരു ടഫായിരുന്നു. ഇപ്രാവശ്യം ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് വിചാരിക്കുന്നു. ഏത് യൂണിറ്റിൽ നിന്നൊക്കെയാണ് കൂടുതലും ഫോക്കസ് ചെയ്ത് ചോദിച്ചിട്ടുള്ളത്? മിക്കതും തന്നെ വ്യാകരണം, അതിലേക്കും പോയി. പിന്നെ എന്താ പറയാ, ഏതാണ്ടൊക്കെ വന്നു. ഫസ്റ്റ് ടൈം ആയിരുന്നു എഴുതിയത്? ഫസ്റ്റ് ടൈം. അതിനൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ജനറൽ പേപ്പർ എങ്ങനെയുണ്ടായിരുന്നു? ജനറൽ പേപ്പർ നല്ല പാടായിരുന്നു. കോച്ചിങ് എന്തെങ്കിലും എടുത്തിട്ടുണ്ടായിരുന്നു? ഇല്ല, തനിയെ പഠിച്ചു. പഠിച്ചത്. മൊത്തത്തിൽ എക്സാമിന്റെ പാറ്റേൺ മാറ്റം ഉണ്ടോ? അത് ഫസ്റ്റ് ടൈം ആണോ എഴുതുന്നത്? ഫസ്റ്റ് ടൈം ആണ്. അപ്പോൾ കൂടുതൽ എളുപ്പമായിട്ടാണോ തോന്നിയത്? ഒരു ആവറേജ്. പഠിച്ചിട്ടുണ്ടായിരുന്നോ? നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നോ? ചോദ്യങ്ങളൊക്കെ ഏത് ഭാഗത്തുനിന്നാണ് കൂടുതൽ ചോദിച്ചത്? കൂടുതൽ പൊതുവെ സിനിമയുടെ ഭാഗത്തു നിന്നൊക്കെ എളുപ്പമുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അല്ലേ, ഡയറക്റ്റ്ലി ചോദിച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് പഠിച്ചിട്ടുള്ള ഒരാൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. മാമിന് നന്നായിട്ട് എഴുതാൻ പറ്റിയോ? ഫസ്റ്റ് ടൈം ആണോ എഴുതുന്നത്? ഫസ്റ്റ് ടൈം എഴുതുന്നത്. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? കുഴപ്പമില്ല. ഡയറക്റ്റ്ലി ചോദിച്ചിട്ടുണ്ടായിരുന്നോ? കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഫസ്റ്റ് ടൈം ആയതുകൊണ്ടുള്ള PG കഴിഞ്ഞേ ഉള്ളൂ? PG ചെയ്തോണ്ടിരിക്കുകയാണ്. കുറച്ചിടത്തോളം എനിക്ക് ഇതിനേക്കാളും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എഴുതിയതാ. ആണോ? ഇതിനേക്കാളും എളുപ്പം അതായിരുന്നു. കുറച്ചുകൂടി എളുപ്പമായിരുന്നു. പക്ഷെ ഇത്ര അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. ഫസ്റ്റ് ആയതുകൊണ്ട് എനിക്ക് ഇത്ര അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ടൈം കുറച്ച് വേസ്റ്റ് ആയിപ്പോയി. കുറെ അത് മാനേജ് ചെയ്യാൻ പറ്റി. പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പർ അതായിരുന്നു എളുപ്പമായിരുന്നു. എനിക്ക് രണ്ടാമത്തെ തവണയാണ്. ഇത് ഹോപ്പുണ്ടോ കിട്ടും എന്നുള്ളത്? ചെറുതായിട്ട്. ജനറൽ പേപ്പർ എങ്ങനെയുണ്ടായിരുന്നു? ജനറൽ പേപ്പർ ഇത്തിരി ടഫായിരുന്നു. മാത്സ് ഇത്തിരി വീക്കാണ് ഞാൻ പൊതുവെ, അപ്പം ഇത്തിരി ടഫായിരുന്നു. ഏത് യൂണിറ്റിൽ നിന്നൊക്കെ ആയിരുന്നു മലയാളം കൂടുതൽ ക്വസ്റ്റ്യൻസ്? യൂണിറ്റ് എന്ന് വെച്ചപ്പം ലിറ്ററേച്ചറിന്ന് കൂടുതൽ വരും. 2-3 ചാപ്റ്ററിൽ നിന്നൊക്കെയാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് കാണാറുള്ളത്. കഴിഞ്ഞ തവണയൊക്കെ എനിക്കിങ്ങനെ കോച്ചിങ്ങിൽ ഞാനിപ്പോ PG കഴിഞ്ഞിറങ്ങിയതുകൊണ്ട് ഞങ്ങളുടെ ടെക്സ്റ്റ് ആണ് കൂടുതൽ റെഫർ ചെയ്തത്. അപ്പൊ അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പഠിച്ചവർക്കൊക്കെ നല്ലോണം എഴുതാൻ പാകത്തിനുള്ള ഒരു പരീക്ഷയായിരുന്നു. ഞങ്ങൾ കാര്യമായിട്ട് പഠിച്ചില്ല, ഒരു പരീക്ഷണാർത്ഥം എന്ന് വെച്ചാൽ ഡിസംബറിൽ നല്ലോണം പഠിച്ചെഴുതാം, പ്രിപ്പയർ ചെയ്തിട്ട് എഴുതുവാണെങ്കിൽ പാസ്സാവാം എന്നൊരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. പേപ്പർ കുറച്ചുകൂടി പ്രിപ്പറേഷൻ വേണം. 6 മാസം ഉണ്ടല്ലോ. ശരിക്കും പഠിച്ചിട്ട് എഴുതുവാണെങ്കിൽ പൊക്കി എടുക്കാം എന്നൊരു കോൺഫിഡൻസ് ആയിട്ടുണ്ട്. ഇല്ല, വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പാസ്റ്റ് ടെൻസ് ആണ് റിട്ടയർ ചെയ്തത്. മോഡറേറ്റ് ആയിരുന്നു, കുഴപ്പമില്ലായിരുന്നു. പിന്നെ കഴിഞ്ഞ തവണത്തെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് കൂടിയതുപോലെ തോന്നി. ഫസ്റ്റ് ടൈം ആണോ എഴുതുന്നത്? അല്ലല്ല, ഞാൻ ഇപ്പോൾ ഫസ്റ്റ് ടൈം എനിക്ക് PhD ഉണ്ടായിരുന്നു, ക്വാളിഫൈ ചെയ്തായിരുന്നു. പിന്നെ രണ്ടാമത്തെ ഇപ്പോൾ എഴുതുന്നുണ്ട്. അപ്പോൾ പിന്നെ കഴിഞ്ഞ തവണത്തെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി സിമ്പിളായി തോന്നി. ജനറൽ പേപ്പർ എങ്ങനെയുണ്ടായിരുന്നു? ജനറൽ പേപ്പറും കഴിഞ്ഞ തവണത്തെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ഉണ്ടെന്ന് തോന്നുന്നു. ശരി. പിന്നെ റീഡിംഗ് കോമ്പിനേഷൻ ആണെങ്കിലും DA ആണെങ്കിലും കുറച്ചും കൂടി സിമ്പിളായിരുന്നു.